ഇന്ന് നമ്മൾ വേഫർ ഷീറ്റ് വെച്ചിട്ടുള്ളൊരു കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻറ്റി എനിക്ക് ഇങ്ങനെ ഒരു വേഫർ ഷീറ്റ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുള്ളൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 മോഡൽസ് അയച്ചു കൊടുത്തു. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു ഒരു കേക്കാണിത് കേട്ടോ, മോഡലാണിത്. അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ കളർ ബട്ടർഫ്ലൈസ് ആയിരുന്നു. പക്ഷേ ആളുടെ ഡ്രസ്സിൻ്റെ കളറ് പിങ്ക് ആയതുകൊണ്ട് നമ്മൾ പിങ്ക് കളർ ബട്ടർഫ്ലൈ ആണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. വേഫർ ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന വേഫർ മിഠായിയുടെ ആ ഒരു വേഫർ പോലെയല്ല, ഇത് സാധാരണ ഒരു വൈറ്റ് പേപ്പർ പോലെ തന്നെ. പക്ഷെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടണ ടൈപ്പാണ് കേട്ടോ ഈ വേഫർ ഷീറ്റ്. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കാണാത്തവരും എല്ലാവരും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയണത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം വക്കൊക്കെ നമ്മൾ അവിടെ ഇവിടെയും തട്ടിക്കഴിഞ്ഞാൽ പൊട്ടും. പക്ഷേ കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് എഡിബിളാണ്, കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് എന്ന് പറയാൻ മാത്രം ഉപ്പോ മധുരമോ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ അതിന്. പക്ഷെ ഇത് വെച്ചിട്ടുള്ള കേക്കുകൾ കാണാൻ വേണം, നല്ല രസമാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നിരുന്നൊരു മോഡലാണിത് കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വേഫർ ഷീറ്റിന് റേറ്റ് ഉണ്ട്, ഒരു ഷീറ്റിന് 70 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെറുതെ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാറ്. പക്ഷേ കേക്ക് കാണാൻ നല്ല രസമാണ് ഇത് വെച്ചപ്പോൾ. ഞാൻ അവൾ സെലക്ട് ചെയ്തപ്പോൾ അതിൽ പിങ്ക് ബട്ടർഫ്ലൈസ് നമുക്ക് റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ തോന്നിയപ്പോഴും കൂടി എനിക്ക് ഇത്ര ഭംഗി ഉണ്ടാവും ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ആൾക്കും നല്ല ഇഷ്ടമായി, വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കും പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കേക്ക്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒരുപാട് നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, മറക്കരുത്. ബായ്.